ബാബാജി നമസ്കാരം. നമസ്തേ, നമസ്തേ. ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ എൻ്റെ ദൈവമേ എന്ന് എൻ്റെ ഭക്തിയുടെ പുറത്ത് ഞാൻ വിളിക്കുന്നതും അങ്ങ് ഒരു ഉപാസകൻ എന്നുള്ള രീതിയിൽ ഉപാസകൻ എന്ന് പറഞ്ഞാൽ മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഉപാസകൻ എന്നുള്ള രീതിയിൽ അങ്ങ് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നാണോ പറയുന്നത്? അതോ വ്യത്യാസം വേണ്ടാന്ന് നമ്മൾ പറയണതേ. കാരണം എന്താ വെച്ചാൽ സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് ദൈവത്തെ ഭയത്തോടുകൂടി നോക്കിക്കാണൂ എന്നുള്ളത്. ദൈവത്തെ വിളിക്കാൻ ഇന്നെ പോലാണ്, ഞാൻ തന്നെ വേണം, നീ ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ നീ നരകത്ത് പോകും, ഇങ്ങനെ തന്നെ വേണം, എന്റെ ദൈവം ഇങ്ങനെയാണ്, നിന്റെ ദൈവം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. ദൈവം എന്ന് പറഞ്ഞത് ദൈവം സ്നേഹമാണ്, നിന്റെ ജീവനാണ്, എന്റെ ജീവനാണ്, നിന്റെ ശരീരമാണ്, എന്റെ ശരീരമാണ്, ഈ പ്രപഞ്ചമാണ്. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈശ്വരനെ സമീപിക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ സങ്കീർണമായിട്ട് പലതും പറഞ്ഞു തരാണ്. പ്രാതരഗ്നിയും പ്രാതരംഗം അവാമഹേ പ്രാതരമിത്ര വരുണ എന്ന് വിളിച്ചാൽ മാത്രമേ കാര്യസാധ്യം നടക്കുള്ളൂ. അങ്ങനെ മാത്രം ഈശ്വരനെ തുതിക്കണം എന്ന് പറഞ്ഞാൽ അത് പഠിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ. കർത്താവ് എന്റെ പിതാവായ കർത്താവെ, അങ്ങ് സ്വർഗസ്ഥനായ പിതാവേ, അത് ഇങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലും മാത്രം പറഞ്ഞാലേ ദൈവം കേൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയാണ്. ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ മാത്രമേ ഈശ്വരൻ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതോ സനാതനമായിരിക്കുന്ന ധർമ്മവ്യവസ്ഥ അങ്ങനെയല്ല. അതുമാകാം. അതല്ലാണ്ട് നിനക്ക് ശ്വാസം വിട്ടു കഴിഞ്ഞാൽ സോഹം അല്ലേ, ഈ ശ്വാസം തന്നെ ദൈവമായിട്ട് പരിപൂർണമായിട്ട് ഹംസമന്ത്രം ജപിക്കുന്നു. സോഹം, ഞാൻ അത് തന്നെയാണ് സത്യം. ഇപ്പൊ അങ്ങ് ഹംസ മന്ത്രത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്ക് കണക്ട് ചെയ്യാം. ഈ സംഭവം ശരിക്കും ഒട്ടും വൈദികമായിട്ടുള്ള സോഹം അല്ലല്ലോ, വൈദികതയിലല്ലല്ലോ ഇതൊന്നും വരുന്നത്. കൂടുതൽ സത്യത്തിൽ ഇന്ന് കാണുന്ന പല സമ്പ്രദായങ്ങളും തന്ത്രത്തിന്റെയാണ്. വൈദികതയ്ക്ക് പരിമിതികളുണ്ട്. വൈദികതയുടെ ആണെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ വൈദികതയിൽ ഒന്നും കാണാനില്ല. തന്ത്രത്തിൽ വ്യക്തമായി നമുക്ക് ഇന്ന് കാണുന്ന ആയുർവേദമായാലും ജ്യോതിഷമായാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ബയോളജി ആയാലും ഒക്കെ നമുക്ക് തന്ത്രത്തിൽ കാണാൻ പറ്റും. ഇനി എല്ലാം ആയോധന കലകൾ പോലും തന്ത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ യോഗ പദ്ധതിയിൽ ഹഠയോഗം, അതുപോലെ തന്നെ ഇപ്പൊ ക്രിയായോഗയായാലും ശരി, കുലയോഗ ആയാലും, വാശിയോഗം, ശിവശക്തി യോഗം, അവസാനത്തിലാണ് കുലയോഗം വരുന്നത്. എന്താ പറയാ, ഈ ശിവയോഗ, ശക്തിയോഗ, ശിവശക്തി യോഗ, ക്രിയയോഗ കഴിഞ്ഞിട്ടാണ് കുലയോഗം വരുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന് മുന്നെയാണ് ഹഠയോഗ ഫസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആത്യന്തികമായി വരുന്ന ഈ സംഭവം, ഈ സംഗതികളില് ഈ എന്താ പറയാ, അതിന്റെ ഒരു പുരസ്ചരണ വിധാനം മാത്രമാണ് സോഹം. ശ്വാസത്തെ ഉപാസിക്കുക, അത് മാത്രമാണ്. ക്രിയയിലൊക്കെ അങ്ങേക്കും ക്രിയയിലൊക്കെ ഓൾറെഡി ശ്വാസത്തിന് കുറെ പ്രാധാന്യമുണ്ട്. കാരണം പ്രാണനെ ഉപാസിക്കുന്നേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വൈദികമാണെന്ന് പറയാൻ പറ്റും. വൈദികതയിൽ പ്രാണായാമം ഉണ്ടോ ഇല്ലതൊന്നുമല്ല നമ്മുടെ വിഷയം. ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി വരുന്നത് തന്ത്രത്തിന്റെ മാർഗത്തിലാണ്. തന്ത്രനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമ്മൾ ഉപാസനയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. തന്ത്രത്തിലാണ് ഇതൊക്കെ വരുന്നത്. തന്ത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പൊ മലബാറാണെങ്കിലും ആളുകൾ വരുന്നത് എന്തോ വേറെന്തോ. ഞാനിപ്പോ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴാണ് വായിച്ചത്, അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണെന്ന് തോന്നുന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തോന്നുന്നു, അങ്ങ് ഒരു പുസ്തകം 2 പുസ്തകമായിട്ട് ഒരുമിച്ച് ഇറക്കാനുള്ള ഒരു പദ്ധതി ശ്രീചക്രത്തെ കുറിച്ച്. അത് എന്താ വെച്ചാല് ശ്രീവിദ്യയെ കുറിച്ച്. അത് വേറെ ഒന്നുമില്ല. ഒന്ന് എന്താ വെച്ചാല് ഈ ശ്രീചക്ര പൂജ എല്ലാവർക്കും പറ്റില്ല, അത് രഹസ്യാന്നൊക്കെ പറയുമ്പോഴേ, അങ്ങനെയുണ്ടോ? പരാശക്തി എല്ലാവരുടെയും അല്ലേ, അമ്മയല്ലേ, എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഇല്ലാത്തത് എല്ലാവർക്കും ഇല്ല. ആ പറഞ്ഞത് മനസ്സിലാക്കണം. സമ്പ്രദായം പിൻപറ്റുന്ന ശ്രീവിദ്യാ സമ്പ്രദായം പിൻപറ്റുന്ന ആളുകൾക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ഒരു സിസ്റ്റം അല്ല, വിവിധ ഗുരുപരമ്പരയ്ക്ക് വിവിധ സിസ്റ്റങ്ങൾ, സമ്പ്രദായങ്ങൾ, ഭേദങ്ങളും ഉണ്ട്. എന്നാൽ കോമൺ ആയിട്ടുള്ള മനുഷ്യർക്ക് സാധാരണ ലളിതാ സഹസ്രനാമം സാധന ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേവലം അമ്മയെ ശ്രീചക്രത്തിൽ പൂജിക്കണം എന്നുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളവർക്കും പരാശക്തിയെ പൂജിക്കാനാകണം. അപ്പൊ അത് എങ്ങനെയായിരിക്കണം? നിലനിൽക്കുന്ന ശ്രീചക്ര പൂജാ പദ്ധതിയിൽ അവർക്ക് സ്വീകാര്യമായതിനെയൊക്കെ ചേർത്തുകൊണ്ട്. അപ്പൊ അതിലെന്താ ചേർക്കാൻ പാടില്ലാത്ത? ചേർക്കാൻ പാടില്ലാത്ത പഞ്ചമകാരങ്ങൾ ഒഴിച്ച് ഇന്ന് കാണുന്ന ദക്ഷിണമാർഗികൾ കൊണ്ടു നടക്കുന്ന ശ്രീചക്ര പൂജ ഏത് മനുഷ്യർക്കും ചെയ്യാമെന്നാണ് നമ്മളുടെ വാദം. ഏത് മനുഷ്യർക്കും ചെയ്യാം. അതിലെന്താ മാറ്റമുള്ളത്? ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഈ ശരിക്കും പറഞ്ഞാൽ കൗളം എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പഞ്ചമകാരം കൂടി വേണം എന്ന് അങ്ങനെ. അതുകൊണ്ടാ പറഞ്ഞത് കൗളത്തിൽ പഞ്ചമകാരമുണ്ട്. പഞ്ചമകാരങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അധികാരവും വേണം. അധികാരം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഗുരുപരമ്പര ഫോളോ ചെയ്യണം. അല്ലാണ്ട് സാധാരണ ദക്ഷിണമാർഗികൾ ഈ പറയപ്പെടുന്ന പാലും പഞ്ചാമൃതവും വെച്ച് ചെയ്യുന്ന പൂജ, പാൽപ്പായസം വെച്ച് ചെയ്യുന്ന പൂജ, ഈ പൂജ ശ്രീചക്ര പൂജ ആർക്കും ചെയ്യാം. പക്ഷെ അതും രഹസ്യമാണ് പറയുന്നത്. ദേവിയുടെ ശരീരമാണ് എല്ലാവർക്കും പറ്റില്ല, ദേവിയുടെ ശരീരം എല്ലാവർക്കും പറ്റും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ ഈ പറയപ്പെടുന്ന ശ്രീചക്ര പൂജാ പദ്ധതിയിൽ ബീജാക്ഷരങ്ങളോ മറ്റൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും സ്വീകാര്യം സുവാസിനി പൂജ, ബലി പറഞ്ഞാൽ കോഴിയും നാടൊന്നുമല്ല, സാധാരണ ചോറ്റുള്ള വെച്ചിട്ടുള്ള ബലിയൊക്കെ തന്നെ സാധാരണ ക്ഷേത്രത്തിലൊക്കെയാണ്. അങ്ങനെ ഒരു സംവിധാനത്തിലുള്ള ശ്രീചക്ര പൂജ. എന്നാലും അതുകൊണ്ട് 1-2 മണിക്കൂറുണ്ട് അങ്ങനെ ഒരു പൂജ. ബീജാക്ഷരം ഒന്നും ഇല്ല കേട്ടോ. എന്നാൽ എല്ലാം ശ്രീചക്ര പൂജ അറിയുന്നവർക്ക് അറിയാൻ പറ്റും. സാമാന്യർക്കം, വിശേഷാർക്കം, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ചോദിക്കണം, ഈ
അർഘ്യം എന്ന് പറയുന്ന ഈ വിഷയങ്ങളൊക്കെ ശരിക്കും ഗുപ്തം തന്നെ അല്ലേ? അർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വിശേഷ അർഘ്യം എന്ന് പറയുമ്പോൾ മദ്യമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അതൊക്കെ ഇതിലൊരു രഹസ്യമൊന്നുമില്ല. മദ്യം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം മദ്യം ഉപയോഗിച്ചിട്ട് നന്നായവരൊന്നുമില്ല, മദ്യപിച്ച് കേടായവരുള്ളൂ. അങ്ങനെ കേടാക്കുന്ന ഈ ദ്രവ്യത്തെ നിങ്ങൾക്ക് മോക്ഷത്തിനും ഭുക്തിക്കും പരമമായ ജ്ഞാനത്തിനും ഉപയോഗിക്കാം എന്ന ഒരു വിധിയും അതിനുള്ള രഹസ്യങ്ങളും ഉണ്ട്. കാരണം മദ്യത്തെ അമൃതീകരിക്കാനുള്ള വിധിയുണ്ട്, അങ്ങനെ ഉപയോഗിക്കാനേ വിധിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അർഘ്യം എന്ന് പറയുന്നത് പാലോ അല്ലെങ്കിൽ പാനകമൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത്രയും കാര്യം. അപ്പൊ അങ്ങനെയുള്ളൊരു സാധാരണ വ്യവസ്ഥയുള്ള ഒരു പൂജാ പദ്ധതിയാണ് ഒരു പുസ്തകം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതേ സമ്പ്രദായം മലബാര സമ്പ്രദായത്തിൽ ഇന്ന് കാണുന്ന ഒരു പഞ്ചാര സംവിധാനമല്ല, നിവേദ്യക്രമമല്ല. അതിന് നറുക്കും തിരി സമ്പ്രദായമാണ്. അപ്പൊ ശ്രീചക്രത്തിൽ നറുക്കും തിരി ഒരു സമ്പ്രദായത്തിൽ ഇല കട്ട് ചെയ്തിട്ട് അപ്പൊ നറുക്കും തിരി അതിലെ തിരി കത്തിച്ച് വെക്കും. ഇങ്ങനെ ഒരു വിധാനത്തിൽ ശ്രീചക്രത്തിലെ നവാവരണ പൂജ ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു മഹാചണ്ടാളയാഗ അട്ടപ്പാടിയിൽ നടത്തിയപ്പോ കണ്ടുമ്പോൾ സന്യാസിമാർ വന്നപ്പോൾ അതിലൊരു ശ്രീവിദ്യാസാധകനായിട്ട് സന്യാസിയാ പറഞ്ഞു, ബാബാജി എന്തായാലും ശങ്കരാചാര്യ നമ്പൂതിരിമാർക്ക് വേണ്ടി ശ്രീചക്ര പൂജ ചെയ്തു ഇത്രേ, അങ്ങനെയാണെങ്കിൽ ചണ്ടാള ബാബ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങ് ഈ പരമ്പരാഗത ഈ സമ്പ്രദായത്തിൽ ഒരു പൂജാക്രമം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം പറഞ്ഞു. എന്തായാലും നമുക്കും തോന്നി ശരിയാണല്ലോ. അപ്പൊ ആ ഒരു യാഗഭൂമി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ശ്രീചക്ര പൂജയുടെ നടക്കന്തിരി സംവിധാനത്തിൽ പച്ച മലയാളത്തിൽ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മലബാരി സമ്പ്രദായത്തിലുള്ള പൂർണ്ണമായി ശ്രീചക്ര പൂജ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടപ്പോ? അല്ല, സിസ്റ്റം ഇല്ല, സിസ്റ്റം ഉണ്ടാക്കി എന്താ വെച്ചാ അതാ പറഞ്ഞത്. ശങ്കരാചാര്യ സ്വാമികൾക്ക് യഥാർത്ഥ ശ്രീചക്ര പൂജാ പദ്ധതി ഈ കേരളത്തിലെ നമ്പൂതിരിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പൂജാ പദ്ധതി ചെയ്യാമെങ്കിൽ അദ്ദേഹം ആത്യന്തിക ഒരു മനുഷ്യനാണ്. ശങ്കരാചാര്യർ നമ്മളൊരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ അറിവ് വെച്ചും ചെയ്യാൻ താല്പര്യമുള്ള സ്വീകരിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഈ മലബാരി സമ്പ്രദായം ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ വായിച്ച പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്നു വന്നിട്ടുള്ള ചില ഗുരു പരമ്പരകളിലോ അല്ലെങ്കിൽ ഇപ്പൊ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതിലോ ഒന്നും ഇല്ല അങ്ങനെ ഒരു സംവിധാനം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ആ പോസ്റ്റിൽ ഇങ്ങനെ സംഭവം കണ്ടപ്പോ ഇതൊരു പുതിയ സംവിധാനമാണല്ലോ. ഞാൻ എവിടെ ഇതിനു മുമ്പ് ഒരു പുതിയ മാറ്റത്തിന് ഉണ്ടാക്കിയതാണ്. എന്തായാലും അത് അങ്ങനെ പറഞ്ഞാൽ ഒന്ന് എന്താ വെച്ചാലേ, നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ പറയാം, നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു തന്നെ പറയാം. ഇതിനു മുമ്പ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരുന്ന ഒരു ബാബയായിരുന്നു തന്നെ നമ്മൾ പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി ദൈവീകതയൊന്നും അവകാശപ്പെടുന്നില്ല. കൃത്യമായിട്ട് എന്താ വെച്ചാൽ ഹിന്ദുയിസത്തിന്റെ ഒരു പോരായ്മയായിട്ട് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു സമ്പ്രദായം മാത്രമാണ് ഹിന്ദുവിന്റെ ആധാരം എന്ന് പറയുന്ന രീതിയിൽ അതല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉപ്പായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ മലബാര സമ്പ്രദായത്തിന്റെ മഹത്വം ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഹിന്ദുവിന്റെ ജാതീയ ഉച്ചനീചത്വം ആരംഭിക്കുന്നത് തന്നെ സമ്പ്രദായങ്ങളിൽ നിന്നാണ്. ഇന്നും നമ്മൾ പിന്തുടരുന്ന ഹിന്ദുയിസത്തിൽ ഈ ബ്രാഹ്മണീകൃതമായ വൈദികമായിരിക്കുന്ന സമ്പ്രദായം പിൻപറ്റുന്നവരും അതിനെ പരമ്പരയെ അനുവർത്തിച്ചു വരുന്നവരും മാത്രമാണ് ഉത്കൃഷ്ടരായിട്ടുള്ള സാധകർ എന്ന് 99% അല്ലെങ്കിൽ 80% ഹിന്ദുക്കളും നേതാക്കളും സന്യാസിമാരും ഒക്കെ കരുതുന്നു. അപ്പൊ ഹിന്ദുയിസത്തിലെ ഈ ഒരു ഇപ്പോഴുമുള്ള ആചാര്യന്മാരോ നേതാക്കന്മാരോ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് വെച്ചാൽ ഈ വൈദിക ബ്രാഹ്മണിക്ക് ദക്ഷിണമാർഗ സമ്പ്രദായങ്ങൾ മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ആ കണ്ണോടുകൂടി കാണുമ്പോൾ എന്താണ്, നമ്മൾ പറയും ജാതി ഇല്ല ഉച്ചനീചത്വം ഇല്ല ഒക്കെ പറയും. പക്ഷെ മറിച്ച് ഇവിടെ പരമ്പരാഗതമായി ശുദ്ധതന്ത്രം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്പൂതിരിയുടെ നായന്മാരും അങ്ങോട്ടുള്ള ആളുകളും, അതായത് ആദിവാസിയോട്ട് നായര് വരെ ആയാലും ശരി, നായരോട്ട് ആദിവാസി വരെ ആയാലും ശരി, അതിൻ്റെ ഇടയിലുള്ള എല്ലാ സമുദായം ജാതി എന്നല്ല, വളരെ ജാതിയിലൊക്കെ മനുഷ്യരാണ്. സമുദായങ്ങൾ സമമായ ഉദയം, ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമമായ ഉദയം ചെയ്താണ് എല്ലാവരും ഈ വിരല് പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഈ സമുദായങ്ങളൊക്കെ ശുദ്ധതന്ത്ര പാരമ്പര്യം, അതിലുള്ളൊരു ആദ്യ പാരമ്പര്യമാണ് മലബാര സമ്പ്രദായമൊക്കെ. അപ്പൊ ഇനി എല്ലാവരെയും കൂട്ടിക്കോളും. അപ്പൊ അങ്ങനെയുള്ള ഈ സമ്പ്രദായത്തിൽ മലബാര സമ്പ്രദായം എന്തോ ഒരു മോശം. ഇപ്പോഴും നമുക്കറിയാം, നമ്മളെ സന്യാസിമാർ അല്ലെങ്കിൽ ചില സദസ്സിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ ഈ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ നീചമൂർത്തിയാണ്, അധമമൂർത്തിയാണ്, അതിനെയൊക്കെ ആരാധിക്കുന്നതോ വലിയ തെറ്റാണ്. അല്ലെങ്കിൽ ഒരു ശ്രീവിദ്യാസാധകൻ തന്നെ ഒരു പ്രഗത്ഭനായിരിക്കുന്ന നമ്പൂതിരിപ്പാട് പറഞ്ഞു കേട്ടു നമ്മൾ കരിങ്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ തല ഇതുവരെയുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ടില്ല. കരിങ്കുട്ടിക്ക് എന്നിട്ട് തലയിൽ ചന്ദ്രക്കരയൊന്നും ഈ ചിത്രം വരച്ചതിൽ നോക്കിയിട്ടാണ് പോകണം. പക്ഷെ എന്നാ ഈ സമ്പ്രദായം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിനെക്കുറിച്ചല്ല അത് അങ്ങനെ പോകണോ അങ്ങ് കുറെ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ നമ്മളെന്നെ കേരളത്തിന് മുഖ്യമായിരിക്കുന്ന പ്രധാനം ഇന്ന് ഹിന്ദുവിന്റെ തലപ്പത്തെയാണെന്ന് കരുതുന്ന സന്യാസിമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ഈ സമ്പ്രദായം അറിയില്ല. എന്നിട്ടാണ് അവർ ടോട്ടൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവിടെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരോട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ വേദത്തിലായാലും പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പഞ്ചഭൂതാത്മകമായ കുറെ കാര്യങ്ങളുണ്ട്, തന്ത്രത്തിലുമുണ്ട്. അപ്പോൾ ആത്യന്തികമായി ഹിന്ദു ധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാസന പദ്ധതികളാണ്. അപ്പോൾ ആത്മസാക്ഷാത്കാരം ഉണ്ടെങ്കിൽ അതിനെ ആസ്തികമായിട്ട് തന്നെ കാണണം, ഒരിക്കലും തള്ളിക്കളയണം. വേദത്തെ പിൻപറ്റിയെന്ന് കരുതുന്ന ആസ്തികമല്ല, എന്നാൽ എന്താണോ ആത്യന്തികമായി വേണ്ടത്, കണ്ടന്റ് വേണ്ടത്, അതുണ്ടോ എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ഈ
മിനിമം ഒരു മലബാർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടതും ഒരു 6-7 കുട്ടിച്ചാത്തന്മാരെ നമുക്ക് എടുക്കാം. അതിൽ ഒന്നാണ് പുല കുട്ടിച്ചാത്തൻ, അടുത്തത് നീർ കുട്ടിച്ചാത്തൻ, പിന്നെ തീ കുട്ടിച്ചാത്തൻ, പറ കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടിച്ചാത്തൻ, മായ കുട്ടിച്ചാത്തൻ. ഇങ്ങനെ ഒരു 6 പേരെ നമുക്ക് കാണാൻ പറ്റും. ഈ 6 ആയാലും ശരി, 400, 6000, 6 കോടി എത്ര ആയാലും കുഴപ്പമില്ല. ശരിക്കും എത്ര ചാത്തന്മാരുണ്ട്? നമ്മളെ കാഴ്ചപ്പാടിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത 1,900 കുട്ടിച്ചാത്തന്മാരാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ വരുമ്പോൾ 390 ചാത്തന്മാരും ഒക്കെ പറയാം. അതൊരു ഒരു സംഖ്യാശാസ്ത്രമാണ്. വിളിച്ചു ചൊല്ലുന്നതിലൊക്കെ അതെന്താ വെച്ചാൽ അത് ഇവിടേക്ക് ഉണ്ടായി വന്നതാണ്. സംഖ്യ ഉണ്ടാകുന്നതിന് മുമ്പേയുള്ള സമ്പ്രദായം. നമ്മളെ 1,900 എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഖ്യ ഇല്ല. അപ്പൊ അതുകൊണ്ട് സംഖ്യ ഇല്ല, കാരണം നക്ഷത്രങ്ങൾ എത്രയെന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. അതുപോലെയാണ്. അപ്പൊ ഇതിന് മാതാവായിരിക്കുന്ന കരിനീലിയാണ്, പ്രകൃതിയാണ്. അപ്പൊ ഇതില് ഈ ചാത്തന്മാരെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്ന വെച്ചാൽ ഇതൊക്കെ ഇതൊരു പൈശാചിക മൂർത്തികളാണ് എന്ന രീതിയാണ്. അങ്ങനെയല്ല, ഇതൊക്കെ ആധാര സംബന്ധിയാണ്. പുലക്കുട്ടിച്ചാത്തൻ എന്നാൽ പുലാധാരം, പുലാധാരം എന്ന് പറഞ്ഞാൽ മൂലാധാര സംബന്ധിയായിട്ട് മൂലാധാരത്തിൽ വർദ്ധിക്കുന്ന പ്രത്യുതത്വകമായിരിക്കുന്ന മൂർത്തി ദേവതയാണ്. പുലാധാരം, പുലമണ്ണ്, പുലമണ്ണ്, ബേസ്, ബേസ്. ഈ ബേസിൽ ഇരിക്കുന്ന, ബേസിൽ തന്നെയാണ് അഗ്നിമേളെ പുരോഹിതം. ഈ കുണ്ടലിനി ശക്തി ഇരിക്കുന്നത് മൂലാധാരത്തിൽ തന്നെയാണ്. ആ കുണ്ടലിനി ശക്തി ഓരോരുത്തർക്കും താരയായിട്ടും നീലയായിട്ടും കാളിയൊക്കെ ആരാധിക്കും. അപ്പൊ കാളിയായി ആരാധിക്കുന്ന പുലാധാരത്തിൽ സാധനം ചെയ്യുന്നവരെയാണ് പുലയർ എന്ന് വിളിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഞാൻ വേദം പൂരേതിൽ നമ്പൂരി എന്ന് പറഞ്ഞ നമ്പൂതിരി ശ്രേഷ്ഠനും കുലത്തിൽ നമ്പൂരി ചെയ്തെന്താ, അഗ്നിയിൽ അഗ്നോ തിഷ്ടതി വിപ്രാണാം, അഗ്നിയിൽ പരാശക്തിയെ കണ്ട് ഉപാസിച്ചു ബ്രാഹ്മണ സമുദായം, ജാതി എന്ന് പറഞ്ഞവര് സമുദായത്തിൽ നിൽക്കുകയാണ് അങ്ങനെ പറയുന്നവർ. പക്ഷെ അവർ ഉത്കൃഷ്ടര. അതിനുവേണ്ടി ഇതേ കുണ്ടലിനിയെ കാളിയായി കണ്ടിട്ട് ആരാധിച്ചു. അവർ പുലയരെന്ന് വിളിക്കപ്പെട്ടു. അവർ നമുക്ക് മോശക്കാരാണ്. സംഭവം രണ്ടും ഒന്നാ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ അതാണ് ഈ ഒരു വൈദിക കൺസെപ്റ്റ് നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെ ആണെങ്കിലും ശരി, പ്രഭാഷണങ്ങളിലൂടെ ആണെങ്കിലും ശരി, നേതാക്കളിലൂടെ ആണെങ്കിലും ശരി, സംവിധാനങ്ങളിലൂടെയായാലും പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് ജാതിഭേദം ഇല്ല, നമുക്ക് മതഭേദമില്ല, നമ്മൾ ഹിന്ദുക്കളൊക്കെ ഒന്നാന്ന് പറയും. ഒന്നാന്ന് പറഞ്ഞിട്ട് ഈ ഒരു സദ്യ വിളമ്പും എല്ലാവർക്കും. അപ്പൊ ഇവിടെ പുലക്കുട്ടിച്ചാത്തൻ, നീർക്കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ നേരെ അടുത്തതാണ് മൂലാധാരം കഴിഞ്ഞ മണിപൂരകം. അപ്പൊ അവിടെ വരും സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനം എന്ന് പറയുമ്പോൾ ഇവിടെ നീരാധാരാണ് നീർക്കുട്ടിച്ചാത്തൻ, നീരുള്ള വെള്ളത്തിന്റെ നീർക്കുട്ടിച്ചാത്തൻ. അപ്പൊ സാധാരണ വൈദിക അല്ലെങ്കിൽ നമ്മൾ തന്ത്രത്തിന്റെ കാഴ്ചപ്പാടി അവിടെ വിഷ്ണു ഇരിക്കുന്നതാണ്, നാരായണൻ ഇരിക്കുന്ന സ്ഥലമാണ്. അടുത്ത് തീക്കുട്ടിച്ചാത്തൻ, തീ. അപ്പൊ തീയാധാരം ഈ മണിപൂരകത്തിൽ നേരെ അഭിസ്ഥാനത്ത് വന്നപ്പോ ഇങ്ങനെ വന്നു. അടുത്ത് പറാധാരത്തിൽ അനാഹതത്തിൽ പറക്കുട്ടിച്ചാത്തൻ. പറ എന്ന് പറഞ്ഞാൽ വായു, അതാണ് പറ. അതുകൊണ്ട് പറ, വായു പറക്കാൻ കഴിയാ. വായുവിനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കുംഭകക്രിയൊക്കെ നന്നായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഒത്ര ആൾക്കാരൊക്കെ ഇതുമായി സാധനം ചെയ്യുന്ന ആൾക്കാരാണ്, ഉള്ളിൽ ഇവിടെ കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതുകൊണ്ടാണ് പറയർ എന്ന് പറഞ്ഞ ആൾക്കാർ ഗേജരി പ്രയോഗം അറിയുന്ന ആൾക്കാരെ, ഗഗന സഞ്ചാരം നടത്തുന്ന ആൾക്കാരായിരുന്നു പറയര്. പറ കൊട്ട ആ പറയാണ് അവര് ഉത്കൃഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ആദ്യ സമൂഹങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പറയൊരു വലിയ മാന്ത്രികന്മാരാ. ഈ മാന്ത്രികൻ എന്ന പ്രയോഗം വലിയ പ്രശ്നമാണ്. എന്താ വെച്ചാല് മാന്ത്രികൻ എന്ന് പറഞ്ഞാൽ എന്തോ കൂടത്രക്കാരനാണ്, താന്ത്രികൻ എന്ന് പറഞ്ഞാലോ വലിയ തറവാടിയാണ്. ഇതൊക്കെ പ്രശ്നമാണ്. താന്ത്രികൻ ചെയ്യുന്ന അതേ പരിപാടി തന്നെ ഇവര് ചെയ്യുന്നത്. പക്ഷെ എന്താ, അദ്ദേഹം വൈദിക പാരമ്പര്യം ചെയ്യുകൊണ്ട് കുഴപ്പമില്ല. അല്ല, കലാഭവൻമണി പറഞ്ഞ പോലെ ഉള്ളവരിട്ടാൽ കളസം മറ്റോട്ടം പറമൂടാന്ന് പറഞ്ഞ പോലെയാണ് സത്യത്തിൽ ഇതേ സമ്പ്രദായം. അപ്പൊ തന്ത്രം ചെയ്യുന്നവരാ. ഉപവീതം ഉണ്ടാവില്ല, ശുദ്ധതന്ത്രത്തിൽ ഉപവീതം ഇല്ല, ദീക്ഷയ്ക്കാ പ്രാധാന്യം. ഇത് നേരെ വന്ന വിശുദ്ധിയിലെത്തി. പൂവാധാരം, പൂക്കുട്ടിച്ചാത്തൻ. അപ്പൊ ഇതൊക്കെ ഉപാസിക്കുമ്പോൾ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ വായുവിനെ പിടിക്കുക, അല്ലെങ്കിൽ ജീവനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇതൊക്കെയാണ് പറക്കുട്ടിച്ചാത്തന്. ഇവിടെ ഇപ്പൊ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. അടുത്തതാണ് നമ്മൾ ആജ്ഞയ്ക്കെത്തി. ആജ്ഞയ്ക്കെത്തുമ്പോൾ എന്താ, ഭഗവാന്റെ തൃക്കണ്ണ് തുറന്നാലും ഒക്കെ കരിഞ്ഞിട്ടില്ലാണ്ടാവുന്ന പറയാം. അപ്പൊ എല്ലാത്തിനെയും കരിക്കാൻ കഴിയുന്നവനോട് ഇരിക്കുന്നേ അതാണ് കരിങ്കുട്ടിച്ചാത്തൻ. സർവ്വകർമ്മങ്ങളുടെ അധിപനാണ്, ഇതിന്റെയൊക്കെ അധിപനാണ് കരിങ്കുട്ടിച്ചാത്തൻ. ഏത് കർമ്മത്തിനും ഉപാസിക്കാൻ പറ്റും. ഏത് കർമ്മമായാലും നമുക്ക് കരകത്താവും. അപ്പൊ കരിങ്കുട്ടിച്ചാത്തൻ ഇതിന്റെ മുകളിലാണ്. സംസ്കരിക്കാൻ സാധിക്കുന്നത്. ഈ കരി എന്ന് പറഞ്ഞാൽ കറുത്താന്നൊക്കെ വരുന്നത് തന്നെ. കറുത്താണെങ്കിൽ രൂപത്തിൽ നമുക്ക് എടുക്കാം. അതിപ്പോ മായ എന്ന് പറഞ്ഞാലും മാൽ എന്നുള്ള ശബ്ദം കറുപ്പിന്റെയാണ്. ഇത് നേരെ ഇപ്പൊ കരിങ്കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ കരിങ്കുട്ടിച്ചാത്തൻ നമ്മൾ കല്ലൊക്കെ വെക്കുമ്പോ ഈ ഷേപ്പിലെ വെക്കാം, ത്രികോണം ആണല്ലോ. അപ്പൊ ഇവിടെ എത്തിയപ്പോ ത്രികോണായി. ത്രികോണായി. അടുത്ത് ഇവിടെ എത്തി മായ കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തന്റെ ഈ പീഠം എന്ന് പറഞ്ഞ റൗണ്ടാ. അപ്പോ ത്രികോണം കഴിഞ്ഞ അടുത്തത് ബിന്ദു ഇല്ലേ. ഇത് ശ്രീചക്രത്തിനോട് കണക്ട് ചെയ്ത് നോക്കൂ. അപ്പൊ അതായത് മഹാശാസ്ത്രം. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയാണ്ട് നമ്മൾ പറഞ്ഞ ശങ്കരാചാര്യ പറഞ്ഞാലും അങ്ങ് പറഞ്ഞാലും ഇത് എന്താ തെറ്റായ ഒരു സംഭവമാണെന്ന്, ഇത് പൈശാചികമാണെന്ന്. ഇതിലൊക്കെ സാധനയുണ്ട്, ഇതിലൊക്കെ ശ്വസനക്രിയ ഉണ്ട്. ഈ ഓരോ ആധാരത്തിൽ ഇത്ര ശ്വാസം വെച്ച് പിടിച്ചുള്ള ക്രിയാപദ്ധതി ഉണ്ട് ഇതിന്.
അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ജീവിച്ചിരിക്കാൻ മുക്തരാവും, മോക്ഷം നേടും. ഈ രീതിയിലാകുമ്പോ ഒരു മലബാരി സമ്പ്രദായത്തിലുള്ള ഒരു ചക്ര മെഡിറ്റേഷൻ ഇതിലൂടെ ഉണ്ട് ഉണ്ട്. അതിന്റെ ഈ ഭൗതികമായിട്ടുള്ള പൂജാ പദ്ധതികളും ഉണ്ട്, ക്രിയാപദ്ധതി ഉണ്ട്. കാരണം എന്താ വെച്ചാല് അഷ്ടഭാഷം എന്ന് പറയുന്ന കുലാർണവത്തിലൊക്കെ അറപ്പ്, വെറുപ്പ്, നാണം, ഭയം, ശീലം, കൂലം, ദുഃഖം, ജാതി ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പോകുന്ന വിധത്തിലുള്ള ശിക്ഷണമുണ്ട്. ഈ ഒരു അവധൂതത്വത്തിലേക്ക് നയിക്കുകയാണ് സാധകനെ. അക്ഷരം പഠിക്കുന്നേ ഇല്ല, അക്ഷരത്തിന്റെ വിഷയമല്ല, പ്രാക്ടിക്കലിയാണ്. അതുകൊണ്ട് ഇത് കർമ്മ പദ്ധതിയാണ്.